പുതിയ പരിശുദ്ധ പിതാവിന്റെ തെരഞ്ഞെടുപ്പ് വലിയ സന്തോഷത്തിന്റെ ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം അക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ ആദ്യ നിമിഷങ്ങളിലെ പാപ്പായുടെ വാക്കുകളും പാപ്പായെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നതാണ്, ഒത്തിരി പ്രത്യാശ നൽകുന്നതാണ്. എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ: പരിശുദ്ധ പിതാവ് അദ്ദേഹം ഒരു അഗസ്റ്റീനിയനാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിശുദ്ധ സെന്റ് തോമസ് അക്വിനാസിന്റെ പ്രബോധനങ്ങളെയൊക്കെ ഒത്തിരി പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ്. ഒപ്പം അഗസ്റ്റീനിയൻ ബാക്ക്ഗ്രൗണ്ടും കൂടിയുള്ള ഒരു വ്യക്തിയാണ്. അഗസ്റ്റീനിയൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദപാരംഗതനാണ് വിശുദ്ധ അഗസ്തീനോസിന്റെ ഒക്കെ ഒരു പാരമ്പര്യത്തിലാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പയൊക്കെ തൻ്റെ പരിശീലനം, തൻ്റെ പഠനമൊക്കെ നടത്തിയിട്ടൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് ഒരു അഗസ്റ്റീനിയൻ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെ വിശുദ്ധ അഗസ്തീനോസിന്റെ സന്യാസ പാരമ്പര്യം മാത്രമല്ല, തിയോളജിക്കൽ ട്രഡീഷനും ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ പുതിയ പാപ്പ കാനനിൽ പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത് രണ്ടും കൂടി ചേരുമ്പോൾ സഭയുടെ പരമ്പരാഗതമായ പ്രബോധനവും സഭയുടെ നിയമങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനവും പാപ്പായെ കാര്യമായി സഹായിക്കും. മേജർ ജനറലൊക്കെ ആയിരുന്നു താനും. ഈ രണ്ട് കാര്യങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, ഈ പാപ്പ സംസാരിക്കുന്ന വാക്കുകൾ വലിയ പരിധി വരെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ തുടർന്ന് കേൾക്കാൻ കഴിയുന്ന പോലെയാണ് നമ്മൾ ഈ പുതിയ പാപ്പായെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഉപയോഗിച്ച പദങ്ങളൊക്കെ തന്നെ സമാധാനം, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ പ്രത്യേകിച്ച് ഞാനും ഒരു മിഷണറിയാണ്, സഭ മിഷണറിയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നേരിട്ട് ഫ്രാൻസിസ് പാപ്പായെ വീണ്ടും എടുത്തു പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് കൃതജ്ഞതയും കൂടി അർപ്പിച്ചുകൊണ്ടാണ് പാപ്പ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പാപ്പ മുൻപ് ശുശ്രൂഷ ചെയ്തിട്ടുള്ള പെറു, ആ പ്രദേശത്തിലെ ആശംസകൾ, അതുപോലെ തന്നെ റോമിലെ ജനത്തിന് പ്രത്യേകം ആശംസകളൊക്കെ അറിയിക്കുന്നു. ഈ പാപ്പായെക്കുറിച്ച് എടുത്തു പറയാവുന്ന ഒരു കാര്യം, പാപ്പായ്ക്ക് ഒത്തിരി ഭാഷകൾ പരിചയമുണ്ട് എന്നുള്ളതാണ്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പാപ്പ ഒത്തിരി കാലം ഒരുപക്ഷെ ആദ്യമായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളിലൊക്കെ നല്ല ഫ്ലൂവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സ്പാനിഷ് സംസാരിക്കും, ഇറ്റാലിയൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ് തുടങ്ങിയ ഭാഷകളൊക്കെ നന്നായി സംസാരിക്കും. ഇപ്പോൾ കേട്ടതനുസരിച്ചാണെങ്കിൽ പോലും പാപ്പായുടെ ഇറ്റാലിയനും സാമാന്യം നല്ല ഇറ്റാലിയനൊക്കെയാണ്. തുടക്കത്തിൽ വായിക്കുകയാണ് ചെയ്തതെങ്കിലും പിന്നീട് പാപ്പ സംസാരിച്ചു തുടങ്ങിയ സമയത്തൊക്കെ സാമാന്യം നല്ല ഇറ്റാലിയൻ ഭാഷയിലൊക്കെയാണ് പാപ്പ സംസാരിക്കുക വെച്ചതെന്ന് പറഞ്ഞാൽ ആക്സെൻറ്റിൻ്റെ കാര്യത്തിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പാപ്പ സംസാരിക്കുക വെച്ചത്. അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് വളരെ പെട്ടെന്നൊരു പൊളിറ്റിക്കൽ വശം കൂടെ പോസിറ്റീവായിട്ടുള്ളത് പറയാവുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കയിൽ നിന്നൊരു മാർപ്പാപ്പ എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഇത് വളരെ കാഷ്വലായിട്ടോ തമാശയ്ക്കോ ഒക്കെ സംസാരിച്ചു പോയ കാര്യമാണ് എങ്കിൽ പോലും ലോകത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തമായ പിന്തുണ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയ്ക്ക് ലോകത്തോട് പറയുകയും പ്രത്യേകിച്ച് ചില ഏരിയകളിലൊക്കെ, പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടിയൊക്കെ പ്രഷർ ചെയ്യേണ്ട മേഖലകളിൽ ഒരു കൂട്ടുപങ്കാളിത്തം എന്ന നിലയ്ക്ക് കൂടെയുള്ളൊരു അടുപ്പും കൂടെ സാധ്യത ഉണ്ട് എന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും അരുണാചൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ട്രംപിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഭിമാനത്തിന്റെ, ഒരു അംഗീകാരത്തിന്റെ ഒരു നിമിഷമാണ് എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടു കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. ഒപ്പം തന്നെ ഇറ്റ് ഈസ് സച്ച് ആൻ ഓണർ ടു റിയലൈസ് ദാറ്റ് ഹി ഈസ് ദ ഫസ്റ്റ് അമേരിക്കൻ പോപ്പ്. വാട്ട് എക്സൈറ്റ്മെന്റ് ആൻഡ് വാട്ട് എ ഗ്രേറ്റ് ഓണർ ഫോർ അവർ കൺട്രി. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് പോപ്പ് ലിയോ the 14th. It will be a very meaningful moment എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. തുടരാം. ലോകത്തിനും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഒരു കത്തോലിക്ക വസന്തത്തിനുള്ള സാധ്യത കാര്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബന്ധമൊക്കെ ശക്തമാവുകയൊക്കെ ആണെങ്കിൽ അത് ഒത്തിരി പ്രയോജനം ചെയ്യുമെന്നാണ് പെട്ടെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്.
ലോകമെമ്പാടും ഒത്തിരി സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ പലപ്പോഴും മെയിൻ സ്ട്രീമിലുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ആ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും അതിന് സാധിക്കാത്ത തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ഇൻ്റർനാഷണൽ പ്രഷറൊക്കെ കൊടുക്കാൻ ഈ ഒരു ബന്ധം കൂടുതൽ സഹായകരമാകുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മർദ്ദനം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന സഭയ്ക്ക് മാനുഷികമായ മേഖലയിൽ ഒരു ആശ്വാസത്തിൻ്റെ സാധ്യത തുറന്നെടുക്കാവുന്നതാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുപോലെ തന്നെ പുതിയ പാപ്പായുടെ വാക്കുകളിൽ ഉയർന്നു നിന്നിരുന്ന വാക്ക്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്ക് സമാധാനവും മിഷണറി ദൗത്യവും എന്നതാണ്. ഇത് രണ്ടോടും കൂടി സംയോജിപ്പിക്കപ്പെടുന്ന ഒരു പേപ്പസി അത് വലിയ അനുഗ്രഹമായിരിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാപ്പായുടെ അപ്പിയറൻസിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന സമയത്ത് പാപ്പ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിലാണ് ആദ്യത്തെ ആശീർവാദത്തിന് വേണ്ടി എത്തിയത്. സാധാരണ ധരിക്കുന്ന കാഷ്വൽ ഡ്രസ്സിലാണ്. എന്നാൽ ഒരു ലിറ്റോർജിക്കൽ ഡ്രസ്സിലാണ് ഈ ലിയോ 14 പാപ്പ വരുന്നത്. ലിയോ 13 മാർപ്പാപ്പയെക്കുറിച്ച് നമുക്കറിയാം. പാപ്പ സഭയുടെ വിശ്വാസത്യങ്ങളെ, ധാർമ്മിക പ്രബോധനങ്ങളെ, സാമൂഹിക പ്രബോധനങ്ങളെ ശക്തമായി പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു പാപ്പയാണ്. പ്രത്യേകിച്ച് ഒരു പ്രബോധകനായ പാപ്പയായിരുന്നു ലിയോ 13 പാപ്പ. അപ്പോൾ സ്വാഭാവികമായും ലിയോ 14 എന്നൊരു പേര് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എടുക്കുമ്പോൾ ഒരു അഗസ്റ്റീനിയൻ എന്നുള്ള നിലയ്ക്ക് പാപ്പ അത് എടുത്തു പറയുകയും ചെയ്തു. ആ ചെറിയ കുഞ്ഞു സന്ദേശത്തിനകത്ത് പറഞ്ഞു, ഞാൻ അടിസ്ഥാനപരമായ ഒരു അഗസ്റ്റീനിയനാണ്, ഒരു അഗസ്റ്റിൻ്റെ പുത്രനാണ് എന്ന് പാപ്പ എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഒരു അഗസ്റ്റീനിയൻ വിശ്വാസ തീക്ഷ്ണതയുടെ പശ്ചാത്തലവും ഒപ്പം ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകളോടുള്ള ഒരു സ്നേഹവും പാപ്പായുടെ ഇതുപോലത്തെ വാക്കുകളും വളരെ ലളിതമായ മുഖവും പുഞ്ചിരിയും, അപ്പം അമേരിക്കയുടെ ഒരു പശ്ചാത്തലവും, ഒരു കാനനിസ്റ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാനൻ ലോയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള പ്രത്യേകതയും, ഒപ്പം ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കുകയും, ഒപ്പം ഈ അഗസ്റ്റീനിയൻ വലിയൊരു സന്യാസമൂഹമാണ്, അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ ആയിരുന്നിട്ടുള്ള പരിചയവും എല്ലാം കൂടി ചേർന്ന് വലിയ പ്രതീക്ഷകളുടെ ഒരു നിമിഷമാണ്, വലിയ സന്തോഷത്തിൻ്റെ സമയമാണ്.